Hello friends, welcome back to Tales of NAJU. ഇന്നത്തെ വീഡിയോ മോളുടെ ബർത്ത്ഡേൻ്റെ അന്നത്തെ ചെറിയ വിശേഷങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. പിന്നെ അധികം ആഘോഷങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെറിയ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ മോളുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് ചെറിയൊരു കേക്ക് ഉണ്ടാക്കിയിരുന്നു. വളരെ സിമ്പിളായിട്ട് കുറഞ്ഞ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയെടുത്ത കേക്കായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ കേക്ക് കട്ടിങ് കാണാം. പിന്നെ വലിയ സെലിബ്രേഷൻസ് ഒന്നുമില്ല, ആകെ ഒരു കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അത് തന്നെ പുതിയ ഫ്രോക്കൊക്കെ ഇട്ടിട്ടാണ് മോള് കേക്ക് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് പേര് മോൾക്ക് വേണ്ടി വിഷ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. താങ്ക് യു സോ മച്ച്. ഈ കേക്കിൻ്റെ വീഡിയോ ആണ് ആദ്യം തന്നെ കാണിക്കുന്നത്. എങ്ങനെയാണ് സിമ്പിളായിട്ട് കേക്ക് ഉണ്ടാക്കിയെന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്ത ഇൻഗ്രീഡിയൻസ് 1 കപ്പ് മൈദയും 1/2 കപ്പ് പഞ്ചസാരയും പിന്നെ 1/4 കപ്പ് ഓയിൽ, അതായത് സാദാ ഓയിലാണ് എടുത്തിട്ടുള്ളത്, സൺഫ്ലവർ ഓയിലല്ല. സൺഫ്ലവർ ഓയിലുള്ളവർ സൺഫ്ലവർ ഓയിൽ എടുക്കുക. പിന്നെ അതുപോലെ തന്നെ 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും പിന്നെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് ചോക്ലേറ്റ് സ്പഞ്ചിലാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു കൊക്കോ പൗഡറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. 1 കപ്പ് മൈദയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതിൽ നിന്നും 2 ടീസ്പൂൺ മാറ്റി വയ്ക്കുന്നുണ്ട്. ആ ഒരു 2 ടീസ്പൂണിലേക്ക് അതേ അളവിൽ തന്നെ കൊക്കോ പൗഡറാണ് യൂസ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ 2 സ്പൂൺ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അത് ടോട്ടലി 1 കപ്പ് തന്നെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയിലേക്ക് ഇത് കുറേശ്ശെ ആയിട്ട് ഒന്ന് അരിച്ചെടുക്കുക. പിന്നെ അരിച്ചെടുക്കുമ്പോൾ ഇത് 3 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കണം. അരിച്ചെടുക്കുന്നതിന് മുന്നേ ആയിട്ട് നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഇതിലേക്ക് പാലോ ബേക്കിംഗ് പൗഡറോ അതുപോലെ സൺഫ്ലവർ ഓയിലോ ഒന്നും തന്നെ യൂസ് ആക്കുന്നില്ല. പെട്ടെന്ന് നമുക്ക് കയ്യിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഇത് ഞാൻ 3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ആ ഒരു സമയം കൊക്കോ പൗഡറും ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ മൈദയൊക്കെ നന്നായിട്ട് മിക്സായി കിട്ടും. പിന്നെ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതിലുള്ള കട്ടകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒഴിവായി കിട്ടും. അങ്ങനെ 3 പ്രാവശ്യമായിട്ടൊന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ആരോടും പറഞ്ഞിട്ടുമില്ല, പരിപാടികളുമില്ല. അല്ലെങ്കിലും പൊതുവേ നമ്മൾ ബർത്ത്ഡേ വലിയ ആഘോഷങ്ങളൊന്നും കഴിക്കുന്നതല്ല, ജസ്റ്റ് ഒന്ന് കേക്ക് കട്ടിങ് മാത്രമേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഈ ഒരു ബർത്ത്ഡേ ചെറുതായിട്ട് ഒരു ചെറിയൊരു കേക്ക് ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് അവളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അതൊന്ന് കട്ട് ചെയ്യലും പിന്നെ സ്കൂളിലേക്ക് മിഠായും അങ്ങനെയൊക്കെ കൊടുത്തേക്കുക, അങ്ങനെ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിന് ശേഷമാണ് മുട്ട ബീറ്റ് ചെയ്യാനായിട്ട് വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഒരു 4 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ 4 മുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ആദ്യം ചെറിയ സ്പീഡിലാക്കിയിട്ട് പിന്നെ അത് ഹൈ സ്പീഡിലാക്കിയിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. നന്നായിട്ടൊന്ന് പൊന്തി വരണം. ആ ഒരു സമയം വരെ ബീറ്റ് ചെയ്തെടുക്കുക. പിന്നെ ഇതിൽ മുട്ടയുടെ മഞ്ഞയും അതുപോലെ വെള്ളയൊക്കെ ഒരുമിച്ച് ഇട്ടിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് ഞാനൊരു ഡോൾ കേക്കായിരുന്നു മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയിരുന്നത്. പിന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ടൊന്നും കേക്ക് ഉണ്ടാക്കാൻ അറിയില്ല. നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിയിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കലാണ് വീട്ടിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇതുപോലെ ഡോൾ കേക്കാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഡോൾ കേക്കിൻ്റെ. അപ്പോൾ കാണാത്തവർ പോയിട്ടൊന്ന് കണ്ടു നോക്കുക. റെഡ് വെൽവെറ്റിൻ്റെ ഡോൾ കേക്കായിരുന്നു. മുട്ട നന്നായിട്ടൊന്ന് പതഞ്ഞ് വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ എടുത്ത് വെച്ചിട്ടുള്ള 3/4 കപ്പ് പൊടിച്ച പഞ്ചസാരയിൽ നിന്നും കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഹൈയിലിട്ടിട്ട് അടിച്ചെടുക്കുക. അത് മുഴുവനായിട്ടും ഒരുമിച്ച് ഇട്ടിട്ട് അടിച്ചെടുക്കേണ്ട, ഒന്ന് ഹാഫായിട്ട് ഇട്ടിട്ട് അടിച്ചെടുത്താൽ മതിയാവും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ ഒരു 1/4 കപ്പ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു 1/4 കപ്പ് ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഞാൻ സൺഫ്ലവർ ഓയിലല്ല എടുത്തിട്ടുള്ളത്, റിഫൈൻഡ് ഓയിലാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിലുള്ളവർ അത് യൂസ് ആക്കി എടുക്കുക. പിന്നെ ഇത് ചോക്ലേറ്റ് സ്പഞ്ച് ആയതുകൊണ്ട് വലിയ ടേസ്റ്റ് വ്യത്യാസം വരില്ല എന്ന് വെച്ചിട്ടാണ് ഈ ഒരു ഓയിൽ എടുത്തിട്ടുള്ളത്. വലിയ കുഴപ്പം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ ഓയിലൊന്ന് ഒഴിച്ച് കൊടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതാ ഓയിലും അതുപോലെ മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത് ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ചായിട്ട് തന്നെ ചേർത്ത് കൊടുക്കണം. പിന്നെ ഇതുപോലെ ഒരു തവിയോ സ്പാച്ചിലോ യൂസ് ചെയ്തിട്ട് ഒന്ന് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിലൊന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ ഇത് ഇളക്കി കൊടുക്കുമ്പോൾ നമ്മൾ ഒരേ ഡയറക്ഷൻ തന്നെ ഇളക്കി കൊടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കുറച്ചായിട്ട് ഒരു 3 ബാച്ചായിട്ട് ഇട്ട് കൊടുത്താൽ മതിയാവും. വരെ പൊടിക്കുന്നതിൽ 2-3 ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമുക്ക് കേക്ക് നന്നായിട്ടൊന്ന് പൊന്തി വരാനായിട്ട് ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരി എന്ന രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഇതൊരു ബൗളിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുത്തിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. പിന്നെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ ബബിൾസൊക്കെ വരും.
അപ്പോൾ അതിൻ്റെ ബബിൾസൊക്കെ പോയ ശേഷം ഇത് ഈ ബാറ്ററിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇത് നമ്മൾ ബേക്കിംഗ് പൗഡർ യൂസ് ആക്കുന്നതിന് പകരമായിട്ട് ഇതുപോലെ ചെയ്ത് കൊടുത്താൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ബേക്കിംഗ് പൗഡർ ഇല്ലാത്തവർ ഈ ഒരു മെത്തേഡിൽ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ കേക്ക് മിക്സ് ഒരേ ഡയറക്ഷനിൽ തന്നെ വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. പിന്നെ ഇതിലേക്ക് പാല് യൂസ് ആക്കുന്നില്ല, പാല് യൂസ് ആക്കാതെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. എന്ന് വെച്ച് വലിയ കുഴപ്പമൊന്നുമില്ല. കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു. ഇപ്പോൾ ഇതാ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു തിക്ക് കൺസിസ്റ്റൻസിയിലാണ് ബാറ്റർ കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് കുക്ക് ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ കുക്ക് ചെയ്യാനായിട്ട് ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനാണ് എടുത്തിട്ടുള്ളത്. നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ കുറച്ച് ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാറ്റർ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ബാറ്റർ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ടൂത്ത് പിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് യൂസ് ആക്കിയിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ച് കൊടുക്കുക. അതിൽ ഹെയർ ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഒന്ന് തട്ടി കൊടുത്താൽ മതിയാവും. ഇനി ഉള്ളിലെങ്ങാനും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കിട്ടാനായിട്ടാണ്. അപ്പോൾ നമുക്ക് ബേക്ക് ചെയ്യാൻ തുടങ്ങാം. ഇതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പഴയ ഒരു പാന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ടാണ് ഈ ഒരു ബേക്ക് ചെയ്യുന്ന പാന് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മൂടിയിൽ ചെറിയൊരു ഹോൾസ് ഉണ്ടായിരുന്നു. ആ ഹോൾസിൽ അലൂമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്കൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 30-35 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഫ്ലെയിം മീഡിയം ടു ലോയിലാക്കിയിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. ആദ്യം ഒരു 5 മിനിറ്റ് മീഡിയമിലിട്ടിട്ട് പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുത്താൽ മതിയാവും. പിന്നെ ഇതാ ഞാൻ റിച്ച് ഗോൾഡിൻ്റെ ക്രീമാണ് എടുത്തിട്ട് ഇത് നമുക്ക് കേക്ക് ആവുന്ന സമയം കൊണ്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു ബീറ്റർ എടുത്തിട്ട് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ബീറ്റ് ചെയ്തെടുക്കുമ്പോൾ ആദ്യം ലോയിലിട്ടിട്ട് അടിച്ചിട്ട് പിന്നെ ഹൈയിലിട്ടിട്ട് അടിച്ചെടുത്താൽ മതിയാവും. പിന്നെ ഇതാ ബീറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ ശേഷം ഞാൻ കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. റിച്ച് ഗോൾഡിൻ്റെ ക്രീമിൽ ഓൾറെഡി പഞ്ചസാര ഉള്ളതാണ്. പിന്നെ കുറച്ചും കൂടി ഒന്ന് സ്വീറ്റ്നെസ്സിന് വേണ്ടിയിട്ടാണ് കുറച്ച് ഷുഗർ പൗഡർ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോഴേക്കും ഇതാ കേക്ക് കുക്കായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ഇതുപോലെ കുക്കായോ നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ പപ്പടക്കോലോ കൊണ്ട് ഒന്ന് കുത്തി നോക്കുക. അതിൽ മാവ് പച്ചി പിടിച്ചില്ലെങ്കിൽ അത് കുക്കായിട്ടുണ്ടാവും. പിന്നെ ഞാൻ ഇതൊരു 3 ലെയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് 3 കട്ട് ചെയ്തിട്ട് അതിലെ ഒരു ലെയർ എടുത്തിട്ട് അതിലേക്ക് ഷുഗർ സിറപ്പ് ഏറ്റൊന്ന് വെക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൻ്റെ മുകളിലേക്കായിട്ട് നമുക്കൊന്ന് ക്രീം ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ ടേണിംഗ് ടേബിൾ ഒന്നും യൂസ് ആക്കാതെയാണ് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. ഏതൊരു സാധാരണക്കാരനും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയുള്ള ഒരു കേക്കാണ്. പിന്നെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ക്രീം ഒന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതൊന്ന് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഫില്ലിംഗ് ആയിട്ട് അല്പം ചെറിയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. പിന്നെ നിങ്ങളുടെ കയ്യിൽ നട്ട്സും അതുപോലെ ചോക്കോ ചിപ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ഇട്ട് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ആക്കി കൊടുക്കാം. ഇതുപോലെ 3 ലേയേഴ്സും ആക്കിയിട്ട് ഒരു ഡ്രം കോട്ടും ചെയ്തിട്ട് ഫ്രിഡ്ജിലൊന്ന് ഫ്രീസ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂർ ഫ്രിഡ്ജിൽ ഫ്രീസ് ചെയ്തതിന് ശേഷമാണ് വീണ്ടും മുകളിലുള്ള ഒരു പ്രാവശ്യം കൂടെ ക്രീം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അത് കുറച്ച് തിക്നെസ്സിൽ തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ക്രീം അപ്ലൈ ചെയ്യുന്നതൊന്നും ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടില്ല. വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പോൾ ഇതാ കേക്ക് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചിലൂസ് എന്നും അതുപോലെ 6 എന്നും ജസ്റ്റ് ഒന്ന് ക്രീം കൊണ്ടൊന്ന് വരച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു ചെറിയ ഡെക്കറേഷനോട് കൂടി സിമ്പിളായിട്ടുള്ള കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ആയതിന് ശേഷമാണ് എടുക്കുന്നത്. അപ്പോൾ ബർത്ത്ഡേൻ്റെ തലേ ദിവസമാണ് ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ എപ്പോഴും നമ്മൾ കേക്ക് കഴിക്കുമ്പോൾ തലേ ദിവസം ഉണ്ടാക്കി പിറ്റേ ദിവസത്തേക്കാകുമ്പോൾ നല്ല ടേസ്റ്റി ആയിരിക്കും. കാരണം അപ്പോഴേക്ക് ആ ഒരു സ്പഞ്ചിലേക്ക് നന്നായിട്ട് ഷുഗർ സിറപ്പൊക്കെ ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റി ആയിരിക്കും. പിന്നെ എന്ന് പറഞ്ഞാൽ കേക്ക് നല്ല സ്മൂത്തും ആയിരിക്കും. അപ്പോൾ ഇതാ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്ത കേക്ക് റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതാ പിറ്റേ ദിവസം രാവിലെ സ്കൂളിലേക്ക് പോകുന്ന ആ ഒരു സമയമാകുമ്പോഴേക്ക് അവൾ കേക്ക് കട്ട് ചെയ്ത ശേഷമാണ് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, സെലിബ്രേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. അവളുടെ ആഗ്രഹത്തിന് ചെറിയൊരു കേക്ക് ഉണ്ടാക്കി കൊടുത്തേ എന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത, വലിയ ഡെക്കറേഷനൊന്നും കാണാൻ നല്ല രസമൊന്നുമില്ല, എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു കേക്കായിരുന്നു. പിന്നെ അവൾ ആദ്യം ബർത്ത്ഡേൻ്റെ സമയത്ത് പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ കൂടെ അവൾക്ക് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യം വൈറ്റ് ഫ്രോക്കായിരുന്നു. അപ്പോൾ ഈ ഒരു ഫ്രോക്ക് നമ്മൾ ക്ലോത്ത് എടുത്തിട്ട് തയ്പ്പിച്ചതായിരുന്നു. ക്ലോത്ത് എടുത്തിട്ട് ഷോപ്പിൽ കൊടുത്ത് തയ്പ്പിച്ചതായിരുന്നു. പിന്നെ അതിലേക്ക് ചെറിയ ഫാൻസി ഐറ്റംസ് കുറച്ചേയും പിന്നെ സ്കൂളിലേക്ക് ചെറിയൊരു മിഠായി പേക്കുമാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ഉടുപ്പിട്ടിട്ടാണ് മോൾ അന്ന് സ്കൂളിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അന്ന് ബുധനാഴ്ച ദിവസം ആയതുകൊണ്ട് തന്നെ കളറായിരുന്നു. അപ്പോൾ പിന്നെ അവൾക്ക് ആ ഒരു ഡ്രസ്സ് ഇട്ടിട്ട് തന്നെ സ്കൂളിലേക്ക് പോകാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, സ്കൂളിലേക്ക് പോകുന്നതിന് മുന്നായിട്ടുള്ള കേക്ക് കട്ടിംഗ് ആണ് കാണുന്നത്. നമ്മൾ ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചില്ലെങ്കിലും കുട്ടികളുടെ ചെറിയ സന്തോഷങ്ങളല്ലേ, അപ്പോൾ അതൊക്കെ നമ്മളെ കൊണ്ട് കഴിയുന്ന പോലെ നമ്മൾ സാധിപ്പിച്ച് കൊടുക്കുക, അത്രമാത്രം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവളുടെ ആഗ്രഹങ്ങളിൽ പെട്ടിട്ടുള്ള 2 കാര്യങ്ങൾ കൂടെ അവൾക്ക് സാധിപ്പിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വഴിയെ കാണിച്ചു തരാം.
അപ്പോൾ ഇതാണ് കേട്ടോ കേക്കിൻ്റെ ഉള്ളിലെ സ്ട്രക്ചർ. വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല കാണാനും അതുപോലെ തന്നെ കഴിക്കാനായിട്ടും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ പെട്ടെന്ന് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ലല്ലോ. എന്നിട്ട് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുക. അടുത്ത ആഗ്രഹങ്ങളിൽ പെട്ടിട്ടുള്ള ഒരു കാര്യമായിരുന്നു വെള്ളിപ്പാദസരം. അപ്പോൾ ആ ഒരു വെള്ളിപ്പാദസരം കൂടെ അവൾക്ക് ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സ്കൂളിലേക്ക് കുട്ടികൾക്ക് സ്വർണ്ണം ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പിന്നെ അവൾ സ്വർണ്ണത്തിൻ്റെ പാദസരമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അത് ഊരി കൊടുത്തിട്ട് അവൾക്കൊരു വെള്ളിപ്പാദസരം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതായിരുന്നു ഗോൾഡിൻ്റെ പാദസരം. പിന്നെ അവൾ നെക്സ്റ്റ് ആഗ്രഹം സൈക്കിളായിരുന്നു. കുറേ കാലമായിട്ട് പറയുന്നതായിരുന്നു സൈക്കിൾ. അപ്പോൾ ഒരു സൈക്കിളും കൂടെ അവൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് കൊണ്ടുവന്ന ആ ഒരു സമയത്തുള്ള ഒരു വീഡിയോ ആണ്. അതായത് കൊണ്ടുവന്ന ഫസ്റ്റിലുള്ള ആ ത്രില്ലിങ് വീഡിയോ. കാലിലൊക്കെ പാദസരമൊക്കെ ഇട്ടിട്ടുണ്ട്. ആദ്യമൊന്ന് സപ്പോർട്ടിങ് വീൽ യൂസ് ചെയ്തിട്ട് കുറച്ച് ഓട്ടി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവൾ ഭയങ്കര ഹാപ്പി ആയിട്ടുണ്ട്. കാരണം അധികം സെലിബ്രേഷൻസ് ഒന്നും ഇല്ലെങ്കിലും നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ കിട്ടുമ്പോൾ ആർക്കായാലും നല്ല